ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പരിപാടികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ ഗെയിമുകൾ ഞങ്ങൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 29-ാം തീയതി ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് നമ്മുടെ കുട്ടികളുടെ പരിപാടിയും പിന്നെ ഞങ്ങളുടെ തിരുവാതിരയും അങ്ങനത്തെ പരിപാടികൾ മാത്രമേ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയുള്ളൂ. നമുക്ക് കുട്ടികളുള്ളത് കാരണം മറ്റു പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരു റീൽസ് എടുക്കാനും കുറച്ച് പാട്ടുകൾ പാടാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ നമുക്കത് എല്ലാവരും ഓരോരുത്തരുടെ അഭിപ്രായം കേട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം നല്ല തിരക്കായിരുന്നു. നമ്മുടെ കുട്ടികളെ ഡാൻസ്, തിരുവാതിര, പാട്ടുകൾ അതൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ തിരക്ക്, പിന്നെ ഓരോ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ തിരക്ക്, ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്ക്, അങ്ങനെ തിരക്കുകൾ കാരണം നമുക്ക് നമ്മുടെ പരിപാടിക്ക് ശേഷം നമുക്ക് ഏത് പാട്ട് സെലക്ട് ചെയ്ത് കളിക്കണം എന്നുള്ളതൊന്നും തിരഞ്ഞെടുത്ത് വയ്ക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു മിസ്സ് ഇങ്ങനെ കാണിച്ചു തരികയാണ് ഇന്നതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കതിലൊരു പാട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള നേരം പോലും നമുക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ തിരുവാതിര പഠിച്ച സമയത്ത് ഞങ്ങളിതുപോലെ 1-2 പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടാത്തതുപോലെ ആയിപ്പോവും. അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അന്ന് ഫുഡ് കഴിക്കാൻ തന്നെ കുറച്ച് ലേറ്റായി, 2 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഒന്നും നോക്കാനായിട്ടുള്ളൊരു സമയവും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് പക്ഷേ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെ സോളി മിസ് ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാണ്. അപ്പം നമ്മളതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് പോകാൻ ടൈമായി. അങ്ങനെ ഓരോരുത്തർ കുറഞ്ഞു പോവുകയും അതുകൊണ്ട് നമുക്ക് അന്നത്തെ പരിപാടി നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പാട്ടിട്ടിട്ട് നല്ലൊരു തുള്ളലും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതൊന്നും നമുക്ക് അതിൻ്റെ പ്രാക്ടീസിലാണ് നമ്മളത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും. അപ്പോൾ നമുക്ക് പാട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളത് പിന്നെ വേറൊന്നും ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് നമുക്ക് പിറ്റേ ദിവസം ഓണ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ദിവസം വന്നിട്ട് നമുക്ക് നമുക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യാമെന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വരുന്ന സമയത്തല്ലേ നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് പിറ്റേന്നാകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സാരിയിൽ നിന്ന് നമ്മൾ ചുരിദാറിലോട്ട് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് കുറച്ച് പേര് പറഞ്ഞെങ്കിലും പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നാളെയാണ് പിന്നെ നമ്മൾ പ്രോഗ്രാം വേറെ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ ഗെയിമുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മിഠായി പെറുക്കൽ, കസേര കളി, ആനയ്ക്ക് വാല് വരയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത പിറ്റേ ദിവസം ചെയ്ത നമ്മൾ ഗെയിമുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് കാട്ടിത്തരാം. ഇത് കെട്ടുമ്പോഴൊരു സമാധാനം പറയാൻ പറ്റില്ല. അതെ, ഓക്കെ. ഇവിടെ മിസ്സേ സൗണ്ട് കേട്ട് പിടിക്കും. മിസ്സേ ഓസിന് പിടിച്ച മിസ്സേ തൊടാൻ പാടില്ല. അയ്യോ മിസ്സേ
മനസ്സിലായില്ല ഏകദേശം ബോർഡ് എവിടെയാണ്. കൈ മാറ്റ് കൈ മാറ്റ് കണ്ടില്ലേ ബോർഡ് കിട്ടിയില്ലേ. ഇനി കൈ ബാക്കി കൊണ്ടു വരച്ചു വരച്ചു. ബോർഡ് മാറ്റില്ല നിങ്ങൾ ബോർഡ് മാറ്റുക. മിസ് കള്ളത്തരം കാണിച്ചിട്ടല്ലേ? ഇല്ല. ഇനി ശരി മാറ്റി ബോർഡ് വെക്കി എന്നിട്ട് മാറിക്കുക. നിങ്ങൾ മാറിക്കുക. ബോർഡ് തിരിച്ചു വെച്ചു. നിങ്ങൾ നിരത്ത് കിടക്കി എന്റെ കയ്യിൽ അമ്പടി മേടിക്ക്. നിങ്ങളും വരയ്ക്കുമല്ലോ. ഞാൻ തിരിച്ചു വെച്ചേ. ഇങ്ങനെയൊക്കെയല്ലേ കളി, അല്ലാണ്ട് തൊട്ട് വരച്ചു വെച്ചിട്ടൊക്കെ എന്ത് കളിയാണ്. നോക്കിയതാ ഇനി മിസ്സിനെ പറ്റിക്കില്ല. വരച്ചോ പാടില്ല. ആണ് സത്യം സത്യമായിട്ടാണ് അല്ലേ മിസ്? കൊണ്ടുപോയി അങ്ങോട്ട് ആദ്യം അത് മനസ്സിലാക്കി. അളന്നു നോട്ടാൻ പറ്റത്തില്ല മിസ്. അളന്നു നോട്ടാൻ പറ്റത്തില്ല. അളന്നു നോക്കാൻ പറ്റത്തില്ല. വരച്ച മിസ്സേ കറക്റ്റ്. ബോർഡല്ല വരയ്ക്കുവേ വരയ്ക്ക്. അമ്പടി മേടിക്ക്. കറക്റ്റ് വരച്ച്. ബോർഡ് കണ്ടുപിടിക്കുക, ബോർഡ് കിട്ടിയില്ലേ? മതി മതി മതി. എല്ലാവർക്കും അതാണല്ലേ അടയാളം. ബോർഡ് കണ്ടില്ലേ? അതാണ് ബോർഡ്. അമ്പടി പിടിക്ക്. കണ്ണു വരയ്ക്കാം. കറക്റ്റ് ആൻസർ. അത് തന്നെ മിസ്സേ വരച്ചോ. ഇവിടെ പിടിച്ചോണ്ടേ. അത് തന്നെ മിസ്സേ വരച്ചോ. അപ്പൊ അതല്ല. അപ്പൊ പിന്നെ കറക്റ്റ് പറയുമ്പോ അല്ല അല്ലെന്ന് പറയാം. ആ വരച്ച മിസ്സേ റെഡിയാ മിസ്സേ. വരച്ചോ. അപ്പൊ അതല്ലാന്ന് എനിക്കറിയാം. കൂടുതൽ പറയണ്ട. ആര് വരച്ചോ? വേണ്ട മിണ്ടരുത്. അതല്ലാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി.